ബൈബിളിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രവാചകനാണ് എലിയാവ്. എലിയാവിന്റെ ജീവിതത്തിൽ ദൈവം സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഭയങ്കര അത്ഭുതമായാണ് നടത്തുന്നത്. ആഹാബ്രമായ രാജാവാണ്. ആ രാജാവിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ദൈവത്തിന്റെ ആ വാക്കുകൾ പ്രവചനമായി പുള്ളി പറയുകയാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവകൽപ്പന പ്രകാരം ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ നിന്ന് കേര്യത്ത് തോടിനരികിലേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. ആ ദേശത്ത് ശരിക്കുമുള്ള മഴയില്ലാത്തത് കൊണ്ടും മഞ്ഞില്ലാത്തത് കൊണ്ടും തോട്ടിലെ വെള്ളം വറ്റി തുടങ്ങി. ഒരു ദിവസം മുഴുവനുമായി വറ്റി. അപ്പോൾ ഒട്ടും തന്നെ കുടിപ്പാനും വെള്ളവുമില്ല. അവനെ പോഷിക്കേണ്ടതിന് കാക്ക കൊണ്ട് ദൈവം ആഹാരം കൊടുക്കുകയാണ്. പക്ഷെ കാക്കയുടെ വരവും നിന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ദൈവം പവർഫുൾ ആയിട്ടുള്ള മിനിസ്ട്രി ചെയ്യുവാൻ ദൈവം സഹായിക്കും. അത് നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ വളരെ എതിർപ്പുള്ള സ്ഥലത്ത് പോലും ദൈവം നമ്മളെ കൊണ്ട് ഉപയോഗിക്കുകയും പവർഫുൾ ആയിട്ടുള്ള മിനിസ്ട്രി ചെയ്യുവാനും ദൈവം സഹായിക്കും. അതേ നേരത്ത് ചില സമയങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പന നമ്മൾ ഒളിഞ്ഞിരിക്കണം എന്നുള്ള ഒരു കൽപ്പന വരികയാണ്. കേര്യത്ത് തോടിനരികെ ഒളിഞ്ഞിരിക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല. രണ്ടു നേരം ഭക്ഷണമുണ്ട്, ആവശ്യത്തിനനുസരിച്ച് വെള്ളമുണ്ട്, ഒരു കുഴപ്പവുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകമെങ്ങും ഭയങ്കരമായ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടെങ്കിലും എനിക്ക് ക്ഷാമമില്ല. എന്താന്ന് വെച്ചാൽ ദൈവം എന്നെ നടത്തുന്നു എന്നുള്ള ആ വിശ്വാസത്തിലാണ് എലിയാവ് ജീവിക്കുന്നത്. പക്ഷെ ഒരു ദിവസം അവന്റെ തോട്ടിലും വെള്ളം വറ്റി, മുഴുവനുമായി വറ്റി. ഒട്ടും തന്നെ കുടിക്കാൻ പോലും വെള്ളമില്ല. ആഹാരം കൊണ്ടു തന്നിരുന്ന കാക്ക പോലും അതിന്റെ വരവ് നിർത്തി. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ നമ്മള് ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ അളവ് എങ്ങനെയുണ്ട് എന്നത് അറിയാൻ വേണ്ടി ദൈവം ചിലപ്പോൾ സന്ദർഭത്തിലേക്ക് നമ്മൾ പോകാൻ ഇടയാകും. എന്നാലും നമ്മൾ ദൈവവിശ്വാസത്തിൽ നിന്ന് നീങ്ങാതെ ദൈവത്തിന്റെ കൽപ്പന നമ്മളെ കേര്യത്ത് തോട്ടിൽ വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉള്ള സഭയിൽ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ദൈവം അവിടെ തന്ന് നമ്മളെ പോറ്റാൻ ശക്തനാണ്. അതേ നേരത്ത് ചില സന്ദർഭങ്ങളിൽ അവിടെ നിന്നും നമ്മൾ മാറേണ്ടതും വളരെ ആവശ്യം വരും. ആ സമയത്ത് ദൈവകൽപ്പന എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ അനുസരിക്കേണ്ടതാണ്.